Hello guys, welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഹോളിവുഡ് മൂവീസ് ലുട്സ് ബണ്ടിൽ ബാഗിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലുട്സ് ബണ്ടിൽ ബാഗിൻ്റെ എപ്പിസോഡ് 3. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ബണ്ടിൽ ബാഗിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു ഹോളിവുഡ് ബണ്ടിൽ ബാഗിലൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്നതെന്ന് പറയില്ലേ 5 മൂവീസിൻ്റെ ബണ്ടിൽ ബാഗ്സ് ആണ്. അതായത് 5 മൂവീസിൻ്റെ ലുട്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലോട്ട് തരുന്നതെന്ന് പറയില്ലേ. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ആ ഒരു മൂവീസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് മൂവിയുടെ പേരെന്തെന്ന് വെച്ചാൽ അലാദിൻ, സെക്കൻഡ് മൂവിയുടെ പേരെന്ന് വെച്ചാൽ ആൻഡ്മാൻ, ആൻഡ് തേർഡ് മൂവിയുടെ പേരെന്ന് വെച്ചാൽ അക്വാമാൻ, ഫോർത്ത് മൂവിയുടെ പേരെന്ന് വെച്ചാൽ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം, ആൻഡ് ഫൈനലി ഫിഫ്ത്ത് മൂവിയുടെ പേരെന്ന് വെച്ചാൽ വെനം. അപ്പോൾ ഈ ഒരു 5 മൂവീസിൻ്റെ ലുട്സ് ബാഗ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു ബണ്ടിൽ ബാഗിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു ബണ്ടിൽ പാക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോകുന്ന ടൈമിലായിട്ട് അവരായിട്ട് ഞാൻ ഡ്രൈവ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡ്രൈവ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഞാൻ തന്നേക്കുന്ന ആ ഒരു സിപ്പ് ഫയൽ ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡൗൺലോഡ് എടുത്തതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ ഫയൽ മാനേജർ ഉപയോഗിച്ചോ അതല്ലാന്നുണ്ടെങ്കിൽ 𝑬𝒅𝒊𝒕𝒐𝒓 എന്ന് പറഞ്ഞ ഫയൽ മാനേജർ ഉപയോഗിച്ചോ നിങ്ങൾ ജസ്റ്റ് ഞാൻ തന്നേക്കുന്ന ആ ഒരു സിപ്പ് ഫയൽ നിങ്ങളൊന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്ത ടൈമിലായിട്ട് അവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഫോൾഡറിനകത്ത് കയറി നോക്കുന്ന ടൈമിൽ അപ്പോൾ നമ്മുടെ മൂവീസിൻ്റെ ലുട്സ് സിപ്പ് ഫയൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിരിക്കും. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മുടെ ആ ഒരു VN എഡിറ്ററിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഈ ഒരു ലുട്സ് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു VN എഡിറ്ററിലോട്ട് നിങ്ങളത് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഒരു VN എഡിറ്ററിലോട്ട് ഷെയർ ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ആ ഒരു VN എഡിറ്റർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഒരു VN എഡിറ്റർ ഓപ്പൺ ചെയ്ത് ആ ഒരു പ്ലസ് സൈൻ കൊടുത്ത് ന്യൂ പ്രൊജക്റ്റ് പോകുന്ന ശേഷം നിങ്ങൾക്ക് കളർ ഗ്രേഡിയിട്ടുള്ള ഏതൊരു വീഡിയോ ആണോ സോ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് താഴെ ആരും മാർക്ക് കൊടുത്ത് നിങ്ങൾ ഇങ്ങനത്തെ ഇൻ്റർഫേസ് വരും. അപ്പോൾ ഇങ്ങനത്തെ ഇൻ്റർഫേസ് വരുന്ന ടൈമിലായിട്ട് ഇവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് കുറേ ടൂൾസ് കാണാം, ആയിട്ട് ബഗലിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ തരും. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൂളാണ്. അപ്പോൾ ആ ഒരു ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൂളിൽ പോകുന്ന ടൈമിലായിട്ട് അവിടെ നമുക്ക് കസ്റ്റം പ്ലസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ തരും. അപ്പോൾ ആ ഒരു കസ്റ്റം പ്ലസിൻ്റെ അടുത്തായിട്ട് നോക്കുന്ന ടൈമിലായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ലുട്സ് ഫുള്ള് നിങ്ങൾക്ക് അവിടെ കാണാൻ തരും. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ ആ ഒരു വീഡിയോയിലായിട്ട് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ജസ്റ്റ് അതിൽ 1 ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ആ ഒരു അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷനിൽ പോകുന്ന ശേഷം നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു കളർ കറക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അതും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാ കണ്ടന്റ് ക്രിയേറ്റീവ്സിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നോ അതെനിക്ക് ആയിട്ടുണ്ടെന്ന് തന്നെ എഴുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ലൈക്ക് അടിക്കുക. പിന്നെ അതിൽ പുതിയതായിട്ടാണ് നമ്മുടെ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഫിലിം മേക്കർ റിലേറ്റഡ് കാണിച്ചു തരാം. അപ്പോൾ ഫിലിം മേക്കർ റിലേറ്റഡ് കാണിച്ചതിനോട് താല്പര്യമുള്ളവർ ഇഷ്ടമുള്ളവരും തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചാനലും കൂടെ ചെയ്ത് പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ടൈമിലായിട്ട് ഞാൻ നോട്ടീസില്ല നിങ്ങൾ നോട്ടീസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ഫിലിം മേക്കർ റിലേറ്റഡ് കണ്ടിട്ട് തന്നെ കാണാം. സോ അതുവരെ